എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. പുതിയ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ധ്യാനത്തോടുകൂടെ പകലിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രഭാത ധ്യാനത്തിൽ ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആധാരമായി കഴിഞ്ഞ ദിവസം എടുത്ത വാക്യം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തികളിലെ കീ വേർഡാണ് ഈ വാക്യം. പാറക്ലീത്ത എന്ന ഗ്രീക്ക് പദമാണ് കാര്യസ്ഥൻ എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രണ്ടാമതൊരു കാര്യം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും സാക്ഷിയും, അല്ലെങ്കിൽ ആത്മനിറവും സാക്ഷ്യവും എന്നതാണ്. ഒരു കാലിപ്പാത്രത്തിൽ നമുക്കെന്തെങ്കിലും ധാന്യങ്ങളോ ദ്രാവകമോ നിറയ്ക്കുന്നത് പോലെയുള്ള ഒരു നിറവല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന ആളത്വത്തിന് സമ്പൂർണമായി വിധേയപ്പെടുന്നതിനെയാണ് നിറവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തെ കുറിക്കുന്ന പദമാണ് നിറവ്. ഈ ആശയം മനസ്സിലാക്കാൻ 133-ാം സങ്കീർത്തനം നമ്മെ സഹായിക്കുന്നുണ്ട്. അഹരോൻ്റെ തലയിൽ ഒഴിച്ച തൈലം താടിയിലേക്ക് ഒഴുകി വീണ്ടും വസ്ത്രത്തിൻ്റെ വിളുമ്പ് വരെ ഒഴുകിയതുപോലെയാണ്. അഹരോൻ തൈലത്തിനുള്ളിൽ ആകുന്നത് പോലെ ആണ് ആത്മനിറവ്. അതായത് തൈലം അഹരോൻ്റെ ഉള്ളിൽ ആകുന്നില്ല, അഹരോൻ തൈലത്തിന് ഉള്ളിൽ ആകുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറയാൻ ശ്രമിച്ചത്. ആത്മനിറവ് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നതല്ല, പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നതാണ്. എണ്ണ അല്ലെങ്കിൽ തൈലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നമാണ്. ഒരു അംഗപ്രത്യംഗമായ സമർപ്പണം ഫലകരമായ സാക്ഷ്യത്തിന് ആവശ്യമാണ്. ഇയ്യോബ് പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. 31-ാം അധ്യായം 1-ാം വാക്യം. ശിരസ് മുതൽ പാദം വരെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവം ആഗ്രഹിക്കും വിധം സാക്ഷ്യം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ് നൽകുന്ന ആലോചനയും ഇതുതന്നെയാണ്. റോമർ 12-ാം അധ്യായത്തിൽ. ത്വക്കിൽ പൊതിഞ്ഞ അസ്ഥിപഞ്ജരം മാത്രമല്ല ശരീരം. ശരീരത്തിന് ഭക്ഷണം, വസ്ത്രം, കിടപ്പാടം, ബന്ധങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ എന്നെയും എനിക്കുള്ളവയെയും ദൈവം മുൻപാകെ സമർപ്പിപ്പീൻ എന്നാണ് പൗലോസ് നൽകുന്ന ബുദ്ധി ഉപദേശം. സമർപ്പണം ഭാഗികമല്ല, സമ്പൂർണമാണ്. മുറ്റും ഞാൻ തരുന്നിതാ ദേഹം ദേഹി മുഴുവൻ എന്ന പാട്ട് അന്വർത്ഥമാകുന്നത് ഇവിടെയാണ്. ഒരു ചെറിയ പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: ഓ ലോർഡ്, ബ്രേക്ക് മീ, മെൽറ്റ് മീ, മോൾഡ് മീ ആൻഡ് യൂസ് മീ. കർത്താവെ, എന്നെ നുറുക്കണമേ, ഉരുക്കണമേ, വാർത്തെടുക്കണമേ, തിരികിതം പോലെ ഉപയോഗിക്കണമേ. അംഗപ്രത്യംഗമായ സമർപ്പണമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മ അഗ്നിക്ക് അഭിമുഖമാക്കാത്ത യാതൊരംശവും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. സാക്ഷ്യം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, ആകമാന ജീവിതത്തിലൂടെ പ്രകടമാകണം. ശൂന്യംകാരി എലിശ പ്രവാചകനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് അത് വായിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് എലിശ ശൂന്യംകാരിയുമായി എന്തെങ്കിലും സംസാരിച്ചതായി അവിടെ കാണുന്നില്ല. എലിശായുടെ വേഷം, പോക്ക്, വരവ്, നോട്ടം ഇവയെല്ലാം നൽകിയ സാക്ഷ്യത്തിൻ്റെ പ്രതിഫലനമാണ് അവളുടെ വാക്കുകൾ.
യവന ഭാഷയിൽ സാക്ഷി എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് രക്തസാക്ഷി എന്ന അർത്ഥം വരുന്ന മാർട്ടീർഡം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ ഫലം എത്ര ആഴമേറിയത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിച്ചെടുക്കാം. ദർ ഈസ് നോ ഹാം ബട്ട് ഫുൾ ഓഫ് ഡേഞ്ചർ എന്ന് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും സാക്ഷ്യ മുഖാന്തരങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഏതൊരു മനുഷ്യൻ്റെ മുൻപാകെയും ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും മുൻപാകെയും ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ ഒരു വിധേയപ്പെടലിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മദാനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മദാനം കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അതായത് യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നായിരുന്നു അത്. സീനായി മലയിൽ വെച്ച് ന്യായപ്രമാണം ലഭിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത്. പെസഹായ്ക്ക് 7 ആഴ്ചകൾക്ക് ശേഷം നടത്തപ്പെടുന്നത് കൊണ്ട് വാരോത്സവമായും അത് അറിയപ്പെട്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചെന്താണ്? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്ന ശിഷ്യന്മാർക്ക് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്, അവരൊന്നിച്ച് കൂടിയിരിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. 3 അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഒന്ന്, കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം കേട്ടു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് 2-ാമത്തേത്. 3-ാമത്തേത്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗമാണ്. കാറ്റും ശക്തിയുടെയും അഗ്നിശുദ്ധീകരണത്തിൻ്റെയും അന്യഭാഷ സഭയുടെ സാർവത്രികതയുടെ ചിഹ്നങ്ങളാണ്. അതുമാത്രമല്ല, യേശുവിൽ സമാരംഭിച്ചിരിക്കുന്ന പുതുയുഗത്തിൻ്റെ ലക്ഷണം കൂടെയാണ്. 15-ലധികം, അതായത് ഏറെക്കുറെ 16 പ്രാദേശിക ഗ്രൂപ്പുകളിൽ കുറയാതെയുള്ളവർ യെരുശലേമിൽ അന്ന് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ അവർ അവരുടെ ഭാഷയിൽ കേട്ടു. അതായിരുന്നു പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷയുടെ പ്രത്യേകത. കേൾവിക്കാർക്ക് സുഗ്രാഹ്യമാകുന്നത് പോലെ ആശയവിനിമയം ചെയ്യാനുള്ള അസാധാരണ കഴിവാണ് അന്യഭാഷ. അതൊരു ലളിതമായ വ്യാഖ്യാനമാണ്. ദ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു സ്പീക്ക് ഇൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ജോൺ സ്റ്റോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. മറ്റൊരു ചെറിയ കാര്യം കാണുന്നത്, ആത്മപ്രേരിതവും സുഗ്രാഹ്യവുമായ വചന പ്രഘോഷണമാണ് അന്യഭാഷ. ഇൻസ്പയർഡ് ആൻഡ് ഇൻ്റലിജിബിൾ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ഒന്നായി അന്യഭാഷയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ. അവിടെ പറഞ്ഞിരിക്കുന്നതും അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അന്യഭാഷയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. 2 ഭാഗത്തും പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ദൈവത്തോട് മത്സരിച്ച് ബാബേൽ കോട്ട പണിതവർക്ക് ഭാഷ ഭിന്നിച്ചു പോയെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അതീതമായ ഒരു സുവിശേഷ സംവേദനം അനുഭവമാകുന്നു. സ്വർഗത്തോളം എത്താനുള്ള ശ്രമമാണ് ബാബേൽ കോട്ട പണിതതിൻ്റെ ഉദ്ദേശമെങ്കിൽ, സ്വർഗം താഴെ ഭൂമിയിലേക്ക് ഇറങ്ങിയ അനുഭവമാണ് പെന്തക്കോസ്ത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പുതിയ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു പൂർണ്ണ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ഒരു ക്രിസ്ത്യാനിയായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൂർണ്ണമായ വിധേയത്വം നമുക്ക് ആവശ്യമാണ്. അത് കർത്താവ് നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെ വിട്ടുകൊടുക്കണം. എന്നാൽ ആ പാത അത്ര നല്ല ഈസിയായ പാതയാവണമെന്നില്ല. കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞതാണ്. പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ അവിടെ ഉണ്ടാവാം. എന്നാൽ ദൈവം നമ്മളെ അറിയുന്നു എന്നതാണ് ഒരു ഉറപ്പും ധൈര്യവും. മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം മനസ്സിലാക്കാതെ പോയാലും തെറ്റിദ്ധരിച്ചാലും ദൈവം നമ്മെ അറിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരാൾക്ക്
ദൈവത്തെ ഭയം ഉള്ളതുകൊണ്ട് ധൈര്യമായി ദൈവാലോചനയെ പറയാൻ സാധിക്കും. ഒരു കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ സാധിക്കും. ആ സാക്ഷ്യം നഷ്ടപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ അത് തിരികെ പിടിച്ച് ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പകലിൽ നമ്മളുടെ ജീവിത ക്രമങ്ങൾ, യാത്രകൾ, ആവശ്യങ്ങൾ ഒക്കെ ഇതെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തല്ലോ. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നിറവും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യത്തിനും അനിവാര്യമാണ് എന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സമർപ്പണത്തെ വീണ്ടും പുതുക്കുന്നു. കർത്താവേ, ഞങ്ങളിലെ കരടുകളും കുറവുകളുമൊക്കെ അവിടുന്ന് ശുദ്ധി വരുത്തണമേ. ആത്മനിയോഗത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം മുൻപാകെ ഏറ്റവും താണവരായി വിധേയത്വമുള്ളവരായി ജീവിപ്പാനും സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പകൽക്കാലമാക്കി നൽകണമേ. ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും ദൈവം മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് പുതുവർഷത്തിൻ്റെ അനുഗ്രഹവും നന്മയും പ്രാപിപ്പാനിടയാക്കണമേ. യേശു മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.